മലയാളികൾക്ക് മീനിന്റെ വിഭവങ്ങൾ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ആരോട് ചോദിച്ചാൽ അവരുടെ ഫേവറേറ്റ് ഫുഡ് അവരുടെ ഒരു 4-5 ലിസ്റ്റ് പറയുന്നതിനകത്ത് മീൻ കാണും. അപ്പോൾ അതിനകത്ത് പല രീതിയിലുള്ള ഡിഷസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് മീൻ മുളകിട്ട് വറ്റിച്ചതായിട്ടുള്ളത് ഇഷ്ടമുള്ളവരുണ്ട് ഒത്തിരി പേര്. മീൻ ഫ്രൈ വളരെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. മീൻ്റെ ഫ്രൈയിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രൈ ഉണ്ട്. അതേപോലെ തന്നെ മീൻ പീര എന്ന് പറയും. നമ്മുടെ പാല കോട്ടയം ഭാഗത്തൊക്കെ മീൻ പീര എന്ന് പറയും. നമ്മളെ തേങ്ങാപ്പീര വെച്ച് മീൻ കറി വെക്കുന്ന ഒരു രീതിയാണ്. അതേപോലെ തന്നെ ഗ്രിൽഡ് ഫിഷ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു omega-3 എന്ന് പറയുന്ന ഗിഫ്റ്റ് തിലോപ്പിയയുടെ ഒരു ഗ്രിൽഡ് ഫിഷിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രിൽഡ് ഫിഷായിട്ട് മീൻ കഴിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. അതേപോലെ തന്നെ ഫിഷ് മപ്പാസ് എന്നൊക്കെ പറയില്ലേ, തേങ്ങാപ്പാലിട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഫിഷ് മോളി എന്ന് പറയും. ഫിഷ് മോളി നമുക്ക് എല്ലാവർക്കും അറിയാം, തേങ്ങാപ്പാലൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു ഫിഷിൻ്റെ ഒരു ഡിഷാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞ ലിസ്റ്റിലുള്ള എല്ലാ മീനിൻ്റെ പല പല ഡിഷസിനെക്കാട്ടിലും ഏറ്റവും ഹെൽത്തിയസ്റ്റ് ആയിട്ടും ഏറ്റവും ആരോഗ്യത്തിന് നല്ല രീതിയിൽ ഉപകാരപ്രദമാകുന്ന ഒരു വേ ഓഫ് കുക്കിംഗ് ആണ് ഫിഷ് മോളിലുള്ളത്. കാരണം ഇതിനകത്ത് നമ്മൾ അധികം ഫ്രൈ ചെയ്യുന്നില്ല, അധികം എന്താ പറയുക, അതിൻ്റെ സത്തുക്കളൊക്കെ നമുക്ക് ഒരു ഭൂരിഭാഗം ഒരു 80% നമുക്ക് യൂസ് ആയി കിട്ടും. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ അധികം നമുക്ക് omega-3 ഒന്നും കിട്ടത്തില്ല. പക്ഷേ ഫിഷ് മോളിലാണ് ഏറ്റവും കൂടുതൽ omega-3 നമുക്ക് കിട്ടുന്നത്. ഇനി ആർക്കെങ്കിലും വെയിറ്റ് ലോസ് ആവണമെന്നുണ്ടെങ്കിലും ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്, ഏത് രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മൾ പറയുകയാണ്. ഇതിനകത്ത് നമ്മുടെ ചീഫ് കുക്കായിട്ട് മമ്മിയാണ്. മമ്മി ഇന്ന് പറഞ്ഞൊരു ഏത് ടൈപ്പിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഇതിൽ പല വെറൈറ്റീസ് ഉണ്ട്. നമ്മളിപ്പോൾ ഇന്ന് എടുത്തേക്കുന്നത് സാധാരണ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് വിളക്കുട്ടി എന്നാണ് പറയുന്നത്. വിള എന്ന് പറയുന്നത് വലുതുണ്ട്, വിളക്കുട്ടിയാണിത്. വിളക്കുട്ടിയിൽ നമ്മൾ സ്കിന്ന് വെച്ചതും എടുത്തതുമായിട്ടുള്ളതുണ്ട്. കാരണം ഫിഷ് മോളിൽ എടുക്കുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. ചിലർക്ക് സ്കിന്നുള്ളതാണ് ഇഷ്ടം, ചിലർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് പീൽ ചെയ്ത് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ഉപ്പ്, പിന്നെ ഇത് പ്രോപ്പറായിട്ട് പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ട് കുറച്ച് ആട്ടപ്പൊടി അല്ലെന്നുണ്ടെങ്കിൽ ഒരു മൈദയുടെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അതേപോലെ മഞ്ഞൾപ്പൊടി, കുറച്ച് കാഷ്യൂ, കുറച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി ഫ്രൈ ചെയ്തിട്ട് ഇടുന്നത് കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ സവോളയുണ്ട്, തക്കാളി, വേറെ മുളകൊന്നുമില്ല. ഇതാണ് നമ്മുടെ പച്ചമുളകാണ് ഇതിനകത്ത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കുരുമുളക് ഫുള്ളായിട്ട് ഇടുന്നതാണ്, പൊടിക്കാനൊന്നുമില്ല. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട്, സവോളയും സ്ലൈസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇത്. നാരങ്ങനീര് ഇതിനകത്ത് ഇടാറുണ്ട്, നല്ലതാണ്. വിനാഗിരി നാരങ്ങനീരൊക്കെ ഇടാറുള്ളത്. നാരങ്ങനീര് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ തേങ്ങയാണ്. നമ്മൾ തേങ്ങ കറക്റ്റായിട്ട് നമ്മളറിയാമല്ലോ, തേങ്ങാപ്പാൽ എടുക്കുന്ന എല്ലാവർക്കും അറിയാം. തേങ്ങാപ്പാൽ അത് കട്ട് ചെയ്ത് തേങ്ങ തിരുമ്മി പിഴിഞ്ഞ് എടുത്ത് കിട്ടുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ വെളിച്ചെണ്ണ. ഇത്രയും കാര്യങ്ങളാണ് ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ കുക്കിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണ്, പ്രൊസീജിയേഴ്സ് എന്താണ്, ഇതെല്ലാം നമ്മൾ മമ്മിയോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഓൾറെഡി പരിചയപ്പെടുത്തിയിട്ടുണ്ട്, എന്തൊക്കെയാണ് നമ്മളിത് ഫിഷ് മോളിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം എന്ത് ചെയ്യണം, പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്രൊസീജിയർ വൈസ് ആയിട്ട് നമുക്ക് മമ്മിയോട് ചോദിച്ചിട്ട് മനസ്സിലാക്കാം. അപ്പോൾ മമ്മി, ഇപ്പോൾ ആദ്യം നമ്മളിപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം 2 രീതിയിൽ മീനും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് തൊലി പീൽ ചെയ്തെടുത്തതും അത് അല്ലാത്തതുമായിട്ടുള്ളതുണ്ട്. അപ്പം ഇതാണ് സാധാരണ ഫിഷ് മോളിക്ക് ചെയ്യുന്നതല്ലേ, ഇതാണ് ചെയ്യുന്നത്. അപ്പം ഇത് നമുക്ക് ചിലർക്കൊക്കെ സ്കിന്നിൻ്റെ ഇത് താല്പര്യം ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ മഞ്ഞൾ, ഉപ്പ് മിക്സ് ചെയ്യണം. ഇച്ചിരി നാരങ്ങാനീര് ചേർത്ത് മിക്സ് ചെയ്യണം. മഞ്ഞളും ഉപ്പും നാരങ്ങാനീര് മിക്സ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് പുരട്ടി വെക്കണം. ഓക്കെ. അപ്പോൾ ഇത് പുരട്ടി വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം പുരട്ടി വെക്കണം? അരമണിക്കൂർ പുരട്ടി വെക്കണം. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യായിരിക്കും അല്ലേ? അതിപ്പോ അരിയുന്ന രീതി എങ്ങനെയാണ്? സവോള എങ്ങനെയാണ് അരിയുന്നത്? ഇത് ഫിഷ് മോളിക്ക് നമുക്ക് റൗണ്ട് ആയിട്ട് അരിയുകയാണ് ഒന്നുകൂടെ കാണാനായിട്ട്. ഓക്കെ, നമ്മൾ ഈ സാലഡ്സിനൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്ന പോലെ റൗണ്ട് ടൈപ്പ്, ആ ഒരു ടൈപ്പ്. നീളത്തിലും പറ്റും. ഓക്കെ. അപ്പൊ പിന്നെ തക്കാളി അതുപോലെ തന്നെ റൗണ്ട്, അത് റൗണ്ട് തന്നെയാണ്. ഓക്കെ, സ്ലൈസ് ആയിട്ട്. അപ്പം ഇതും നീളത്തിലാണോ അരിയുന്നത്? ചെറുതായിട്ട്, റൗണ്ട് ഷേപ്പ് വരുന്ന പോലെ ചെറുതായിട്ട്. അപ്പൊ അതൊരു എത്ര വിട്ട് വേണം? അത്യാവശ്യം ചെറിയ മുട്ടയ്ക്ക് അരിക്കുന്ന പോലെയാണോ അരിഞ്ഞത്? ഓക്കെ. പിന്നെ ഇഞ്ചിയും എല്ലാം ചെറുതായിട്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം. അപ്പൊ ഇതെല്ലാം അരിയുക. പിന്നെ ഇത് ഫുള്ളായിട്ട് തന്നെ ഇടാൻ, ഇത് പൊടിക്കാനൊന്നുമില്ല.
ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഇതിപ്പം ആട്ടപ്പൊടിയല്ലേ? ആട്ടപ്പൊടിയാണ്. അപ്പോൾ ആട്ടപ്പൊടി ആയാലും മൈദ ആയാലും ഏതായാലും നമുക്കിത് പൊടിയാതെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ടല്ലേ? ഇത് ഹെൽത്തി ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആട്ടപ്പൊടി എടുത്തിരിക്കുന്നത്. ഓക്കെ. മൈദ മതി. പിന്നെ കാഷ്യൂ കുറച്ച് നമുക്കത് ഫ്രൈ ആക്കി ഫുൾ ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ കുറച്ച് വേണമെങ്കിൽ നമുക്ക് അരിക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ തേങ്ങാപ്പാലാണല്ലോ ഇതിന് മെയിൻ ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയന്റ്. അപ്പൊ തേങ്ങാപ്പാലാവുമ്പോൾ പറഞ്ഞാൽ നമ്മളിപ്പോ 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല് അങ്ങനെ പല ടൈപ്പ് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏത് 1-ാം പാലാണ് ആവശ്യമുള്ളത്? അല്ല, നമുക്ക് എല്ലാ പാലും വേണം. എല്ലാം വേണം. അപ്പൊ നമ്മൾ ആദ്യം 1-ാം പാൽ എടുത്തിട്ട് ആ പാലില് ഈ കാഷ്യൂ കുറച്ച് അരച്ച് ചേർക്കും. ഓ, കാഷ്യൂ അരച്ച് ചേർക്കും ഈ തേങ്ങാപ്പാലിനകത്ത് തന്നെ? 1-ാം പാലില്. അപ്പൊ നല്ല റിച്ച് ആയിരിക്കും. പിന്നെ ഒരു കൊഴുപ്പ് അല്ലേ? ഓക്കെ, ശരി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോ ഒന്ന് ചെയ്യേണ്ടത്. ആദ്യം മഞ്ഞൾപ്പൊടി. ഓക്കെ. അത് കഴിഞ്ഞ് ഉപ്പ്. ഓക്കെ. ശരി. നമുക്ക് നാരങ്ങ അരമുറി മതിയോ? കുറച്ചുകൂടെ വേണം. ഉപ്പ് നന്നായിട്ട് പിടിക്കണമെങ്കിൽ ഇച്ചിരി പുളിയോടെ ഉള്ളത് നല്ലത്. അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയുണ്ട്, ഉപ്പിന്റെ ടേസ്റ്റിനായിട്ട് ഉപ്പ് ഉണ്ട്, അതേപോലെ ഒരു പുളിക്ക് വേണ്ടിയിട്ടുള്ള നാരങ്ങ നീരുണ്ട്. ഓക്കെ. അപ്പൊ നേരത്തെ മമ്മി പറഞ്ഞ രീതിയിൽ നമുക്ക് ഇത് അരിഞ്ഞ് റെഡിയാക്കാം. കാരണം ഇത് തീമി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. ഓക്കെ. ആദ്യം കുറച്ച് കാഷ്യൂ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മൾ ആട്ടപ്പൊടിയിൽ മീൻ ഒന്ന് പതുക്കെ പുരട്ടിയിട്ട് അതിനകത്തേക്ക് ഇടുക. അധികം മൂക്കല്ല, മറിച്ചിടാം. പൊടിയാതിരിക്കാനാണ് ഇത് ഡീപ് ഫ്രൈ ഒന്നും ആവില്ല, ചെറിയ രീതിയിൽ ചൂടാ. ഓക്കെ, സക്സസ്ഫുള്ളി കംപ്ലീറ്റ്. കുരുമുളക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഫിഷ് ഫ്രൈ ആക്കി ഈ കുരുമുളക് പൊട്ടിക്കുക.
അങ്ങനെ ഒത്തിരി ഫ്രൈ ആകേണ്ട കാര്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. ഇത് വേണ്ടതുപോലെ നമുക്ക് ആവശ്യത്തിന് ആദ്യം നമുക്ക് 3-ാം പാൽ ഒഴിക്കാം. ഗ്രേവി കുറച്ചുകൂടെ വേണം, അതുകൊണ്ട് കുറച്ച് 2-ാം പാലും കൂടെ ഒഴിക്കുക. ഇത് ഫുള്ള് തിളയ്ക്കണ്ടല്ലോ? തിളയ്ക്കണം. തിളയ്ക്കണം. ഓക്കെ, ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? തേങ്ങാപ്പാലിൽ തിളപ്പിച്ചെടുക്കണം. സവാള വഴറ്റിയ സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തതാണ്. കാരണം കുറച്ച് ഉപ്പ് കൂടെ വേണ്ടി വരും. ഇച്ചിരി കൂടെ നമുക്കിടാം. ഒന്നാം പാൽ റെഡി. കാഷ്യൂ അരച്ചോ? തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച ശേഷം വേണം നമ്മൾ മീനിടാൻ. ഇനി നമുക്ക് മീനിടാം. ഇനി നമുക്ക് ഈ 1-ാം പാലും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ചല്ലേ? നന്നായിട്ട് തിളച്ചു. ഫിഷ് മോളി റെഡിയായി. അത് ശരിയാ. സൂപ്പറാണോ? നീ വേണോ? ഇഷ്ടപ്പെട്ടോ? അമ്മമ്മയ്ക്കൊരു താങ്ക് യു പറഞ്ഞേ. താങ്ക് യു അമ്മമ്മേ. തരം പിള്ളേർക്ക് രണ്ടാർക്കും നല്ല ഇഷ്ടപ്പെട്ടുണ്ടോ? എടുത്തോണ്ട് പോകണല്ലോ. എന്റെ ദൈവം, കൊടുക്കാൻ പോയത് പണിയായാലോ. അടിപൊളി. മതി 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 മതി. സൂപ്പർ. വേണ്ട അപ്പോൾ ഫിഷ് മോളി എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല നേരത്തെ, അതായത് ഫിഷിൻ്റെ ഡിഷസിൽ ഏറ്റവും ഹെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണിത്. കാരണം ഇതിനകത്ത് അധികം മറ്റ് ചേർവുകളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തേങ്ങാപ്പാലാണ് ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. അതേപോലെ മസാല ആഡ് ചെയ്യുന്നില്ല, നമ്മളിവിടെ മുളക് പൊടിയോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. വെറും പച്ചമുളക് മാത്രം ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി ഫിഷ് മോളിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുവാണെന്നുണ്ടെങ്കിൽ, ഫിഷ് മോളി എന്ന് പറയുന്നത് നേരായിട്ടും ഒരു ഇന്ത്യൻ ഒറിജിനാണ് പറയുന്നത്, പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യൻ ഒറിജിനാണ്. പക്ഷേ ഒരു പോർച്ചുഗീസ് ടച്ച് ഉള്ളത് കൊണ്ട് ഒരു പോർച്ചുഗീസിന്റെ ഒരു ഇൻഫ്ലുവൻസ് കാണാൻ സാധ്യത ഉണ്ടെന്നാണ് സാധാരണ വിക്കിപീഡിയയിലൊക്കെ പറയാറുള്ളത്. പിന്നെ ഫിഷ് മോളിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ചെറിയ മത്തി ഇലയൊന്നുമല്ല, കുറച്ചുകൂടെ അതായത് കരിമീൻ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. കുറച്ചുകൂടെ വലിയ മീനുകളാണ്. അതേപോലെ നമ്മൾ ഐക്കൂറ, അഞ്ചൽ, അതേപോലത്തെ മീനുകൾ, സിലോപ്പിയ ടൈപ്പിൻ്റെ മീനും കുഴപ്പമില്ല, കാരണം അതും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് ഉള്ളത്. പിന്നെ ഇത് മെയിനായിട്ടും ഒരു പഴയ നമ്മുടെ മലയാളി ജീവിത രീതികളിലൊന്നും ഫിഷ് മോളി ഇല്ല. അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇത് വന്നത്. പിന്നെ ബ്രിട്ടീഷ് എംപയറുടെ അതായത് വളരെ ഭരിച്ചുകൊണ്ടിരുന്ന സമയങ്ങളിലാണ് ഇത് മറ്റു സ്ഥലങ്ങളിൽ, ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പല സ്ഥലങ്ങളിലായിട്ട് ഇത് പോയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഫിഷ് മോളി ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യയിലും സിംഗപ്പൂരിലും മലേഷ്യയിലും ഒക്കെയാണ് മെയിനായിട്ട് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫിഷ് മോളിയുടെ ഒരു കഥ വരുന്നത്. പിന്നെ ലോറിക് ആസിഡ് എന്ന് ഞാൻ പണ്ടേ പറഞ്ഞതാണ്. ലോറിക് ആസിഡ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് മിൽക്കിലുള്ള ഒരു ന്യൂട്രിയൻ്റ് ആണ്. അപ്പോൾ ഈ ന്യൂട്രിയൻ്റ് ബ്രസ്റ്റ് മിൽക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് തേങ്ങാപ്പാലിലാണ്. അപ്പോൾ അത്രയ്ക്കും നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഫിഷ് മോളി എന്ന് പറയുന്നത്. പിന്നെ പല സമയങ്ങളിലായിട്ട് നമുക്കിപ്പോൾ ഉച്ചയ്ക്ക് ആർക്കെങ്കിലും വെയിറ്റ് കുറക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കണ്ടല്ലോ, നിങ്ങൾ ഉച്ചയ്ക്ക് ഒരു വലിയ ഫിഷ് മോളി എടുക്കുക, വലിയൊരു പീസ് എടുക്കുക, അതിൻ്റെ കൂടെ കുറച്ച് സാലഡ്സും കാര്യങ്ങളും എടുത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഹെവിയാണ്. കാരണം ഇതിൽ തേങ്ങാപ്പാലിൻ്റെ ഫാറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് വിശക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാർബോഹൈഡ്രേറ്റ് സപ്ലൈ ആകത്തുമില്ല, പക്ഷേ ഫാറ്റും പ്രോട്ടീനും
പ്രോട്ടീനും നമുക്ക് മിച്ചായിട്ട് കിട്ടുന്നത് കൊണ്ട് നമുക്ക് വെയിറ്റ് ലോസിന് ഇത് ഒത്തിരി സഹായിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ മീൻ വറുത്ത് കഴിക്കുന്ന ആളുകളെക്കാളും കുറച്ചുകൂടെ ഹെൽത്തി ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിഷ് മോളിയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി നമ്മൾ പ്രിപ്പയർ ആക്കിയിട്ട് മമ്മിയോട് പറഞ്ഞ് പ്രിപ്പയർ ആക്കിയിട്ട് ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. സാധാരണ എല്ലാവർക്കും അറിയാം, എന്നാലും കുറച്ചുകൂടെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.